ഞാനും സിബിച്ചനും നമ്മുടെ സ്റ്റാഫുകളെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഓഫീസ് ടൈമാണല്ലോ. കുറച്ച് പേരെയും കൂട്ടി ഞങ്ങൾ എങ്ങോട്ടായി വന്നേക്കുന്നതെന്നല്ലേ, നമ്മുടെ പത്തനംതിട്ടയിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ്. അവിടെ എന്താ നടക്കുന്നതെന്നായിരിക്കും അല്ലേ. അവിടെ മെയ് 9 മുതൽ മെയ് 15 വരെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ ഒരു ഷോയാണ്. അത് നമ്മളൊന്ന് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. കാരണം മലബാർ ഗോൾഡിൻ്റെ ആ ഒരു ഷോയൊക്കെ നമുക്കൊന്ന് വന്ന് ഇനാഗുറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ്. കാരണം എങ്ങോട്ട് നോക്കിയാലും എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ഹെവി ഓർണമെൻറ്റ്സൊക്കെ യൂസ് ചെയ്ത് ഇപ്പം ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പ്രായമുള്ളവർ പോലും ഇപ്പം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല നല്ല ട്രെൻഡി കളക്ഷൻസാണ്. അപ്പോൾ അതിനായിട്ട് മലബാർ ഒരു അവസരം അങ്ങ് ഒരുക്കിയിരിക്കുവാണ്. മെയ് 9 മുതൽ മെയ് 15 വരെ. അതായത് 1 ഗ്രാം മുതലുള്ള ചെയിനുകൾ, റിങ്ങുകളൊക്കെ കണ്ട് സത്യം പറഞ്ഞാലുണ്ടല്ലോ കണ്ണ് തള്ളിപ്പോയി. വീഡിയോ ലാസ്റ്റ് വരെ കാണുക, നിങ്ങൾക്കും തീർച്ചയായിട്ടും ബോധം കെട്ട് പോകുന്ന കളക്ഷനാണ് അവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക കേക്ക് കട്ടിങ് ടൈം സ്റ്റാർട്ടാകാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുത്തെ മാനേജർ സാറ് വന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാണ് കേട്ടോ. അവരുടെ ആ ഒരു കാർഡാണ്, ഇൻവിറ്റേഷൻ കാർഡാണ്. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിലും ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇവിടുത്തെ ടീം നമ്മളുടെ വീട്ടിൽ വന്ന് വളരെ കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ കുറേ നേരം അവർ വന്ന് സംസാരിച്ച് ഒക്കെയാണ് നമ്മളെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു നിമിഷമാണതേ. ഒരു കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഒലിവ് ബൂട്ടിക് ഹെഡ് സിബി സാറിനും സഹധർമ്മിണി അശ്വതി മാമിനും മലബാർ ഗോൾഡിന്റെ ഹാർദവമായ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ബഹുമാന്യരായ എല്ലാ കസ്റ്റമേഴ്സിനും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സിന്റെ റിങ്സ് ആയിക്കോട്ടെ, കമ്മലുകളായിക്കോട്ടെ, അതേപോലെ തന്നെ ചെയിനുകൾ, ഇതിന്റെ വിപുലമായ ശേഖരമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വരുന്ന 15-ാം തീയതി വരെ ഇതിന്റെ ഒരു എക്സിബിഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി വലിയ ബിൽഡിംഗ് ഹെഡ് അശ്വതി മാമിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ മലബാർ ഗോൾഡിന്റെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇതിന്റെ മാനേജ്മെന്റ് ആൻഡ് ടീമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ പത്തനംതിട്ടയിൽ തന്നെ നമ്മുടെ ഒലിവിയുടെ ബ്രാഞ്ചും ഒക്കെ ആയിട്ട് പോവുകയും ഈ ഒരു ഷോപ്പിലെത്തുകയും പിന്നെ അതേപോലെ തന്നെ അടൂര് മലബാറിൽ പർച്ചേസ് ചെയ്യുകയും അവിടുത്തെ വീഡിയോസും ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് പറയുന്നത് ഇവിടുത്തെ സെലക്ഷനാണ്. അപ്പൊ നമ്മള് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഞങ്ങൾ സംസാരിച്ച ഒരു കാര്യം അത് തന്നെയാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മലബാറിന്റെ എപ്പോഴത്തെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം ഈ ഒരു ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മള് ലേഡീസ് എല്ലാം ഡ്രസ്സിനെ പോലെ തന്നെ ഓർണമെന്റ്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ അത്ര ഇഷ്ടമാണെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സും അതിനോടൊപ്പം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സും ആണ് വെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇവരുടെ ഈ ഒരു പുതിയ രീതി എന്ന് പറയുന്നത് എന്തായാലും ലേഡീസിന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് ഈ ഒരു കാരണം ഇപ്പൊ ഗോൾഡിന്റെ വില ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഈ ഒരു കളക്ഷൻ ഫുള്ള് കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ വന്ന് മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ടും നോക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അപ്പോൾ ദേ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മളും അവരുടെ കുറേ കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആ ഒരു സന്തോഷം പങ്കിടാൻ പോവുകയാണ്. അപ്പോൾ ദേ ഞാൻ സിബിച്ചിനോട് കേക്ക് കട്ട് ചെയ്തു. പക്ഷേ കേക്ക് ആരുടെ വായിലേക്ക് കൊടുക്കും എന്നുള്ളൊരു കാര്യത്തിലായിപ്പോയി. അങ്ങനെ പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയത് സിബിച്ചിനോട് പറഞ്ഞു അവിടെയൊക്കെ ഇരുന്നോ, ഞങ്ങൾ പോയി ഇത് മുഴുവൻ ഒന്ന് കവർ ചെയ്തിട്ട് വരട്ടെ എന്ന്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്നുണ്ടല്ലോ, ഏത് കാണണം, ഏതെടുക്കണം, ഏത് നോക്കണം എന്നുള്ളൊരിതായിരുന്നു. അവരവിടുത്തെ ഒട്ടുമിക്ക ഓർണമെൻറ്റ്സും എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ദേ നമ്മുടെ പിള്ളേർ ബാക്കിൽ നിന്ന് ഭയങ്കര രീതിയിൽ അതൊക്കെ സെറ്റ് ചെയ്യാണ്. ഇതൊക്കെ നമുക്ക് വെഡ്ഡിങ്ങിന് പറ്റിയ കളക്ഷൻസാണ്, അല്ലാതെ സിമ്പിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഡയമണ്ടാണ് കേട്ടോ. ഡയമണ്ടിൻ്റെ ഒരു എന്താ പറയുന്നേ, ഒരു ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ്, അതായത് 3 ഗ്രാമിൻ്റെയൊക്കെ ഹെവി ആയിട്ട്, എന്ന് വെച്ചാൽ ഹെവി മീൻസ് അത് കാണുമ്പോൾ നല്ല ഹെവി ആയിട്ടാണ്. 3 ഗ്രാമാണെന്ന് ഒരിക്കലും പറയത്തില്ല. അതിനുശേഷം ഞാൻ അവരുടെ ഡയമണ്ട് സെക്ഷനിലേക്ക് അങ്ങ് കയറി, അങ്ങ് എന്താ പറയുന്നില്ലേ, ആന കരിമ്പന്തോട്ടത്തിലേക്ക് പോയതെന്ന് പറയുന്നത് പോലെ ഞാനങ്ങ് കയറി അങ്ങ് എടുത്ത് എനിക്കിഷ്ടപ്പെട്ട കുറേ ഐറ്റംസ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഡയമണ്ടിൻ്റെ ഭയങ്കരമായിട്ടുള്ള എന്താ ഭംഗി തരുന്ന കളക്ഷൻസാണ്. റിങ് എടുത്ത് നോക്കി. അതിനുശേഷം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓരോ സെക്ഷനിലും ഞാൻ കയറി എൻ്റെ ഇഷ്ടത്തിനുള്ള എല്ലാം ഇട്ടിട്ട് നോക്കുമായിരുന്നു. സാധാരണ നമ്മളൊരു ഫാൻസി ഷോപ്പിൽ ചെന്നാൽ തന്നെ അവർക്കൊരു കമ്മലോ മാലയോ ഒക്കെ എടുത്തു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഉള്ളിലേക്കൊന്നും നമ്മളെ കയറ്റി വിടാറൊന്നുമില്ല. അവരുടെ ഷോപ്പിനകത്തേക്ക്, അതായത് കൗണ്ടറിനകത്തേക്കൊന്നും കയറ്റി വിടാറില്ല. ഇതിവിടെ അങ്ങനെയൊന്നുമില്ല. കയ്യിലിരിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് ആയിക്കോട്ടെ, എല്ലാം എടുത്ത് മതി വരെ, അതായത് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരാനായിട്ടിരുന്നവരാണ്. പക്ഷെ അവരുടെ ആ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി കണ്ടപ്പോൾ എനിക്ക് ഏതൊക്കെ എടുത്തിട്ട് നോക്കണം, അവരെല്ലാം കൊണ്ടുവരുവാണ്. ഓരോരുത്തർ ഓരോ ട്രെയിലായിട്ട് ഓരോ ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ അതെല്ലാം ഇട്ട് ലാസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ ഇതുകൂടി ഇടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സമയം 2 മണി കഴിഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ പോരുന്നേ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ 2 ഗ്രാം. എൻ്റെ കാതിൽ ഇതുണ്ട്, ഈ കിടക്കുന്ന കമ്മൽ കണ്ടോ, ഇത് 1.5 ഗ്രാമിൻ്റെ കമ്മലാണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. കമ്മലുകൾ, അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള വളകൾ, ഇതൊക്കെ 1.5 ഗ്രാം 2 ഗ്രാമിനൊക്കെ അകത്ത് നിൽക്കുന്നതാണ്. ഒരുപാട് ലൈറ്റ് വെയ്റ്റിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. കാരണം ഇപ്പം നമുക്ക് ഗോൾഡ് തന്നെ വാങ്ങിക്കണം, ഒരു മാല വേണം, അല്ലെങ്കിൽ ഒരു കമ്മൽ, ഒരു ബ്രേസ്ലെറ്റൊക്കെ വേണം. പക്ഷേ അതിന് ഇപ്പോഴത്തെ ഈ ഒരു വിലയിൽ നമുക്ക് താങ്ങില്ല. അപ്പോൾ ചെറിയ ഐറ്റംസ് നല്ല വെറൈറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ എന്തായാലും എല്ലാവർക്കും വാങ്ങിക്കാൻ തോന്നും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്റ്റാഫുകളോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ക്യാഷ് സേവ് ചെയ്തിട്ട് കുറച്ച് ഗോൾഡുകളൊക്കെ വാങ്ങി വെക്കുക. നിങ്ങളുടെ ആഗ്രഹവും ഇങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. ഇത് റൂബി സ്റ്റോണിൽ വരുന്ന ഒരു സിമ്പിൾ ചെയിനും ഒരു പെൻഡൻറ്റുമാണ്. അതിനോടൊപ്പം തന്നെ ഒരു വളയും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് അവരുടെ ഡയമണ്ട് കളക്ഷനിലാണ് കേട്ടോ. ഇത് 1 ഗ്രാമിൻ്റെ മോതിരമാണ്, വെറും 1 ഗ്രാമിൻ്റെ മോതിരമാണിത്. ഏത് എടുത്തിടണം, അല്ലെങ്കിൽ ഏതാണ് ഭംഗിയെന്ന് പറയണം എന്നെനിക്ക് സത്യമായിട്ടും പറയാൻ പറ്റുന്നില്ല, ഉള്ള കാര്യമാണ്. കാരണം അതുപോലെ വെറൈറ്റി കളക്ഷൻസ് മലബാർ നമുക്കായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടോ, വളരെ സിമ്പിളായിട്ട് വരുന്ന, വെറൈറ്റി ആയിട്ട് വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ്. 2 ഗ്രാം, 1 ഗ്രാം, 3 ഗ്രാം ഒക്കെ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. 3 ഗ്രാമും 2 ഗ്രാമും ഒക്കെയുള്ള ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത്, ഇത്രയും ഭംഗിയിലെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു അതിശയമായിരിക്കും അല്ലേ. പിന്നെ ഈ വള കണ്ടോ, ഇത് 3 ഗ്രാമേ ഉള്ളൂ ഈ വള. ഇത്
ഒരു വെറൈറ്റിയാണ്, നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന സാധനം തന്നെയാണ്. പിന്നെ ഞങ്ങൾ സിൽവർ സെക്ഷനിലേക്ക് വന്നു. ഇത് 800, 600, ഇത് സിൽവർ അല്ല കേട്ടോ, അതിന് തൊട്ട് മുമ്പ് കണ്ടതാണേ. ഇത് അവരുടെ ആ ഒരു വെഡ്ഡിങ് സെറ്റിൽ വരുന്ന എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് എല്ലാം കൂടെ എൻ്റെ കൺട്രോൾ പോയത് കൊണ്ട് എനിക്കത് ഓർത്തിരിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ അതെ ഇതെല്ലാം വെഡ്ഡിങ്ങിന് പറ്റിയ കണ്ടോ, ഇതൊക്കെ നല്ല പൊലിമ തോന്നുന്നതാണ്, പക്ഷെ ഒരുപാട് പവനായിട്ട് വരുന്നതല്ല. പിന്നെ അതിന് ശേഷം ദേ കുറേ ഇത് കണ്ടു. പിന്നെ അവർ നമുക്ക് അവരുടെ വകയായിട്ടുള്ള ഓരോ ഉപഹാരങ്ങളൊക്കെ നമുക്ക് തന്നു. ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഓരോ നിമിഷങ്ങളാണിതൊക്കെ. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ചുറ്റിനും നിന്ന് ആക്രമിക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന മറുപടികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഓരോ നിമിഷവും തരുന്ന എൻ്റെ സർവശക്തനായ ദൈവം തമ്പുരാനോടും എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഞങ്ങളുടെ ടീം, ഇവരെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഒലീവിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം തന്ന പത്തനംതിട്ട മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ടീമിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മുടെ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടമായി. സിബിച്ചൻ്റെ കുറച്ച് ക്യാഷ് പൊട്ടിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം സിബിച്ചൻ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം. ബൈ.